നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കുറച്ചു കാലങ്ങളായിട്ട് എന്നും പ്രശ്നങ്ങളാണല്ലോ കുടുംബത്തില്. എന്താ ഇങ്ങനെ? പണിക്കരെ ഒന്ന് വിളിക്കാം. കുടുംബത്തില് ദോഷം സംഭവിച്ചിട്ടുണ്ടോന്ന് അറിയാലോ. നമസ്കാരം. അതെ അതെ, മോന്റെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ വിഷുവാ. പണിക്കരെ, മൊത്തത്തിൽ സമയം ഒന്ന് നോക്കണം. ഓരോരോ സങ്കടങ്ങളും പ്രശ്നങ്ങളും നമ്മൾ അറിയാതെ തന്നെ വന്നുകൊണ്ടിരിക്കുക. ദോഷം എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കി അതിനൊരു പരിഹാരം ചെയ്യണം. ഞാൻ നേരിട്ട് വരികയോ അല്ലെങ്കിൽ മക്കളെ അയക്കുകയോ ചെയ്യാം. ശരി. വാ അമ്മേ, വാ. മോളെ, ഇവിടെ ഇരിക്കെ. പോട്ടെ, സാരമില്ല. ഗിരിജാന്റെ പിടിച്ച് തള്ളിന്നറിഞ്ഞപ്പോ ഇങ്ങനെ നെറ്റി മുറിഞ്ഞിട്ടുണ്ടാവും ഞാൻ കരുതിയില്ല. ദർശനം മരുന്ന് പുരട്ടി കൊടുക്കുന്ന കണ്ടപ്പോഴാണ് ഞാനിത് അറിഞ്ഞത്. ഇതിങ്ങനെ വിട്ട് ശരിയാവില്ല അമ്മേ. അമ്മ എന്താ മറുപടി ഒന്നും പറയാത്തത്? ചോട്ടൂനെ വേദനിപ്പിക്കുന്നവരെ ദൈവം വെറുതെ വിടില്ല, നോക്കിക്കോ. ഇതിനുള്ള ശിക്ഷ ദൈവം തന്നെ കൊടുക്കും. അവരുടെ കൈ ഒടിയും. മോനെ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. വേറെ ആരും ഉപദ്രവിച്ചാലും ഞാൻ ശ്രമിക്കും. പക്ഷെ എന്നെ ചോട്ടൂനെ ഉപദ്രവിച്ചാ എനിക്കത് സഹിക്കില്ല. അമ്മ അവരെവിടെ നിന്ന് ഇറക്കി വിടണം. എന്തൊക്കെയാ രൂപേഷേട്ടാ ഈ പറയുന്നേ? ആ ഗിരിജാന്റെ ഇപ്പൊ എന്തൊക്കെയാ പറയുന്നെന്ന് അവർക്ക് തന്നെ അറിയാൻ വയ്യാത്ത അവസ്ഥയാ. അമ്മേ, അമ്മയ്ക്ക് കൂടപ്പിറപ്പായ പവിത്രൻ സാർ എങ്ങനെയോ അങ്ങനെ തന്നെയാ എനിക്കിവളും. എന്റെ അഞ്ജുനെ ഉപദ്രവിക്കരുതെന്ന് അമ്മ അവരെ വിലക്കണം. അല്ലെങ്കിൽ എന്താ? രഞ്ജിനി എന്റെ നിലവിളിയാണല്ലോ. വാ മോളെ. അയ്യോ, എന്താടി? എന്റെ കാല് കൂടെ ചൂടുള്ളോട് അയ്യോ അയ്യോ. ദർശന, പോയി ഐസ് എടുത്തോണ്ട് വാ. എല്ലാരും ഉണ്ടല്ലോ കാണിക്കുന്നേ. നിങ്ങൾക്ക് ചായ വേണോ കാപ്പി വേണോ? കാപ്പി വേണോന്ന് പറയാൻ പാടില്ലേ? ഐസ് വേണ്ടേ? കാണിക്ക. അയ്യോ, അമ്മ ഇത്. അയ്യോ, എന്തൊക്കെയാ ഗിരിജയെ കാണിക്കുന്നേ? ഒഴിച്ചത് ചുമ്മാ കള്ളം പറയല്ലേ. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്ത്? എങ്ങനെയുണ്ട് ഇപ്പൊ? ചെറിയൊരു ആശ്വാസം തോന്നുന്നുണ്ട്. അല്ല ചേച്ചി, ചേച്ചിക്ക് കുടിക്കാൻ എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. നീ മര്യാദയ്ക്ക് പോകുന്നുണ്ടോ? അപ്പൊ ആർക്കൊന്നും വേണ്ടേ? അതെന്താ ഒന്നും വേണ്ട? ആനന്ദമജ്ഞാനം അവർണ്ണനീയം. ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ട്
ഒരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥ എന്ത് കണ്ടു? ദർശനേ, അനന്തവും അജ്ഞാതവുമായ ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിലിരുന്ന് നോക്കുന്ന നമ്മള് മനുഷ്യന്മാരെ അജ്ഞാനികളാ, വെറും പുഴുക്കൾ, പണത്തിന് പിന്നാലെ പായുന്ന വെറും പുഴുക്കൾ. അമ്മ പ്ലീസ് ഒന്ന്. അയ്യോ എന്താ ഇവിടെ ഒരു ബഹളം കേട്ട്? വേറെന്താ, ഈ ഗിരിജ എന്റെ കാലിൽ ചൂടുവെള്ളം ഒഴിച്ചു. അയ്യോ അതാണ് സംഭവം അല്ലേ? ആ? താക്കോലേ, ഓ താക്കോലിന് എന്താ വേണ്ടേ? കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. അയ്യോ തൽക്കാലം ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ എനിക്ക് ഒന്നും വേണ്ട. ആ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? വേണ്ടെന്നേ. കാണിച്ചത് അയ്യോ എന്റെ കാലം. അമ്മേ ഇങ്ങോട്ട് വാ. നീ വാ. നിന്റെ വട്ട് ഞാൻ തീർത്തു തരുന്നുണ്ട് കേട്ടോ. ആ. മതി, വാ പോവാം. നീ പോ, ഞാൻ വരാം. പോയോ എല്ലാം? എതി എവിടെ പോവാ? നീ എന്താ വിളിച്ചേ? എതിയെന്നോ? എന്താ പേര് മാറ്റിയോ? എതി എന്നല്ലേ പേര്? ഗിരിജേ, എന്താ ഇതൊക്കെ? പവിത്ര, നിനക്കെന്താ കുടിക്കാൻ വേണ്ടേ? ചായ കോഫിയോ? ഗിരിജേ, നീ എന്തൊക്കെയാ കാണിക്കുന്നേ? എന്താ മനസ്സിലായില്ലേ? എതി, നിന്നെ കണ്ടിട്ടേ ഒരു കുറുക്കന്റെ മുഖലക്ഷണമുണ്ട്. ആ, കൂടെ നിന്ന് കൂട്ടിലാക്കാനുള്ള തന്ത്രങ്ങൾ അറിയുന്ന ഒരു കുറുക്കന്റെ മുഖം. വേണ്ട, വിട്ടേക്ക്. അവൾക്ക് എന്തോ വയ്യാകുണ്ട്. വയ്യായി ഉണ്ടെങ്കിൽ ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അല്ലാതെ എന്താ നീ കാണിക്കുന്നേ? അമ്മേ എന്താ ഇത്? നിന്നോട് മര്യാദക്ക് ഇരിക്കാൻ പല തവണ ഞാൻ പറഞ്ഞു. അയ്യോ നോക്കണേ, നനഞ്ഞ കുറുക്കൻ. അമ്മേ നനഞ്ഞ കുറുക്കൻ. അമ്മേ അളിയ പ്ലീസ്, അളിയ അളിയ പ്ലീസ്. നോക്ക് നോക്ക്. ഇവർക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നത്. മാനസിക പ്രശ്നം ഉണ്ടെങ്കിലേ വല്ല ഊളം പാറയിലോ കുതിരവട്ടത്തോ കൊണ്ടിടണം, അല്ലാതെ ഇവിടെ കിടന്ന് അളിയ നീ വന്നേ, നടക്ക അങ്ങോട്ട്. വാടി.